മാഡത്തിനുള്ള ബെഡ് കോഫി. ബെഡ് കോഫിയോ? ഇതെവിടുന്നാ? അതും കൊള്ളാം, നല്ല ചോദ്യമായി പോയി. നീയല്ലേ എന്നെ കോഫി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? എനിക്ക് കോഫി ഒന്നും വേണ്ട, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ കോഫി വേണ്ടെന്നോ? കുടിച്ചേ പറ്റൂ, പിടിക്കേ. അയ്യോ സമയം പോയി. ഇങ്ങതാ പതുക്കെ വാ പൊള്ളും മാഡം. പൊള്ളിയാലും കുഴപ്പമൊന്നുമില്ല. ഗൗതമൻ എന്നെ കൂടി ഒന്ന് വിളിക്കായിരുന്നില്ലേ? മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ, കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാ. ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ പറഞ്ഞാലേ കോഫി മണ്ടക്ക്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞാണോ അതിക്രമം? പിന്നല്ലാതെ നടക്കുന്ന കാര്യം വല്ലതും പറ ഗൗതം. മാർക്കേ, കിച്ചണിൽ ഇന്ന് നോ എൻട്രി ആണ്. ഗൗതം പ്ലീസ്, രാവിലെ തന്നെ പട്ടിണിയാവേ. ഒരു പട്ടിണിയുമില്ല, പോയി ഫ്രഷ് ആവൂ. ഗൗതം പ്ലീസ്. ആദ്യം പോയി ഫ്രഷ് ആവും, എന്നിട്ട് ഡ്രസ്സ് മാറി സ്കൂളിൽ പോകാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നാൽ മതി. ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട, ഡോറ് ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പറഞ്ഞേക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഫ്രഷ് ആയിക്കോളാം. പക്ഷെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്നുള്ള കാര്യം ഉറപ്പായി. അത് നമുക്ക് കാണാം. കാണാം. യെസ്. ഗൗതം. യെസ് മാഡം. എന്ത് വേഷ ഗൗതം ഇത്? ഞാനൊരു ഷെഫല്ലേ, അപ്പൊ അതിന്റേതായ ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ? സ്റ്റൈലൊക്കെ കൊള്ളാം, കാണേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാ. കണ്ടാ മാത്രം പോരാ, കഴിക്കുകയും വേണം. ഇടിയപ്പോ? നോക്ക്, കറിയുടെ പേറ്റന്റ് എനിക്ക് വേണ്ട, അത് ഇന്നലത്തെ നിന്റെ കറി ചൂടാക്കിയതാ. പക്ഷെ ഇടിയപ്പം അതെന്റെ വകയാ. ഗൗതം, ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇരിക്കും അങ്ങോട്ട്. കണ്ടിഷ്ടപ്പെട്ട മാത്രം പോരാ, കഴിച്ചിട്ട് അഭിപ്രായവും പറയണം. കഴിച്ചു നോക്ക്. കഴിക്ക്, വേഗം കഴിക്ക്. എന്ത് രുചിയാ ഗൗതം ഇതിന്? ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കി? സോ സിമ്പിൾ. ഇതാണ് മിൽമ ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം. എന്നെ മാത്രമല്ല മോളെ, എന്നെ പോലെയുള്ള ഭർത്താക്കന്മാരെയും മിൽമ കുക്കിംഗ് മാജിക്ക് പഠിപ്പിക്കും. ഇതും ഈസിയാണോ ഗൗതം? പിന്നല്ലേ, 1 മിനിറ്റ്. മാജിക്ക് പഠിക്കാൻ സിമ്പിൾ. ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഐറ്റം എടുക്കുക, മിൽമ ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം. പിന്നെ ഇൻസ്റ്റന്റ് ഇടിയപ്പം തിളച്ച വെള്ളത്തിലിട്ട് 1 മിനിറ്റ് മൂടി വെക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞ് കുറച്ച് തേങ്ങയും ചിരകിയിട്ടെടുത്താൽ രുചികരമായ ഇടിയപ്പം റെഡി. നല്ല വെണ്ണയുടെ രുചി. എന്താ? നല്ല വെണ്ണയുടെ രുചിയെന്ന്. ഓ അങ്ങനെ. മിൽമയുടേതായതുകൊണ്ടേ പ്രീമിയം ക്വാളിറ്റി അരിപ്പൊടി ആയിരിക്കും എന്നുള്ളത് ഉറപ്പാ. പിന്നെ ഹെൽത്തി അല്ലേ, അതാണ് മിൽമ ബട്ടർ ഇടിയപ്പം. ഇനിയിപ്പോ അത്യാവശ്യ സമയത്ത് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാലോ. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാനിപ്പോ ഒരു ഷെഫ് അല്ലേ. വെറും ഷെഫ് അല്ല, സൂപ്പർ മിൽമ ബട്ടർ ഇടിയപ്പം ഷെഫ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഗൗതമിന്റെ വക. എന്തു പറയുന്നു? ഓക്കെ, അത് ഞാൻ ഏറ്റു. അയ്യോ സമയം പോയി. ഗൗതം, എന്താ ഗൗതം കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് ഇടിയപ്പം ഉണ്ടാക്കിയതിന്റെ അല്ല, അത് സിമ്പിൾ. ഇത് നിന്റെ കറി ചൂടാക്കിയതിന്റെ. ദൈവമേ, ഞാൻ ഈ കിച്ചൺ വൃത്തിയാക്കിട്ട് എപ്പോ സ്കൂളിൽ പോവും? പ്ലീസ് പാത്രങ്ങൾ തന്നോളൂ, എന്നിട്ട് നിധി സ്കൂളിൽ പോക്കോ. കംപ്ലീറ്റ് ഞാൻ വൃത്തിയാക്കിക്കോളാം. ഗെറ്റ് ഔട്ട്. മെയിൻലി അടുക്കളക്കകത്ത് കാല് ഊത്തി പോരുത്. ഞാൻ വരും ഇടിയപ്പം ഉപ്പുമാ ഉണ്ടാക്കാൻ, അതിന് കുഴപ്പമില്ലല്ലോ. അതിന് മാത്രം എക്സെപ്ഷൻ. ഇപ്പൊ ഗെറ്റ് ഔട്ട്. താങ്ക് യു മാഡം. ഓക്കെ. ഞാൻ എവിടെ തുടങ്ങും എന്റെ ഭഗവാനെ? ഞാൻ എപ്പോ സ്കൂളിൽ പോവാനാ?